ഇപ്പം ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ ഡിജിറ്റലിൽ വന്നിരുന്നു. ഏറ്റവും കൂടുതൽ കമന്റ് വന്നാണ് ബ്യൂട്ടിഫുൾ കപ്പിൾ. താങ്കൾ ഇത് പറയുന്നുണ്ട്, വൈഫ് വേറൊരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം? ആ ഒരു അടിയിലും നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ചെയ്ത രീതി, ഞാൻ അപ്പത്തെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ കയ്യൊക്കെ ഇങ്ങോട്ട് വെച്ച് ഞാൻ അടിച്ച് സൈഡാക്കുള്ള ഒരു ഭർത്താവ് പോലെ ആൾക്കാർ. നമസ്കാരം പ്രജിൻ നയന, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആദ്യം വിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. അതെ, ഇപ്പോഴത്തെ വിശേഷം ഇതാണ്, അമ്മയും മോളും ഗ്രാൻഡ് ഫിനാലെ. അതിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഞാനത് കേട്ടു, നിങ്ങൾ തമ്മിലുള്ള ഒരു പെയർ, ഒരു കോമ്പിനേഷൻ, അത് ഇപ്പം തിരിച്ചു വന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്ന് നയന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ ഒരു പിന്നിലുള്ള ഒരു സ്റ്റോറി? ഞങ്ങൾ ആക്ച്വലി ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ടൈം. അത് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ഞാൻ സെമി ഫിനാലിന് മുന്നേ ഞാൻ എലിമിനേറ്റ് ആയി. അപ്പം നയന അതിലെ വിന്നറായിരുന്നു. എലിമിനേറ്റ് ആയിട്ട് ആദ്യത്തെ ചിരിക്കുന്ന വ്യക്തി അല്ല, എലിമിനേറ്റ് ആയെങ്കിൽ സ്റ്റാർ ആയിട്ട് തന്നെയാണ് എലിമിനേറ്റ് ആയത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പൊ അതില് നയനായിരുന്നു വിന്നർ ആ ഷോന്റെ. അപ്പൊ ഈ പ്രോഗ്രാമിൽ അമൃത ടിവിന്റെ അമ്മയും മോളും തന്നെ പ്രോഗ്രാമില് നയനയാണ് പേരെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഒരു ഭാഗ്യം, സന്തോഷമായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഒരുമിച്ച് കളിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല. ബാക്കി കുറെ പേരായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ പ്രജിൻ ചേട്ടനായിട്ട് ഫസ്റ്റ് ടൈം. അതിന് അമൃത ടിവിയാണ് അവസരം ഒരുക്കിയത്. അതിനൊരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും വരവിനും അമൃത ടി വി ഒരു ഭാഗം ആയിട്ടുണ്ടല്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ 2011 അമൃത ടിവിയില് സൂപ്പർ ഡാൻസർ ഒരു കൊറിയോഗ്രാഫർ ആയിരുന്നു. സൂപ്പർ ഡാൻസർ 6 പിന്നെ കണ്ടസ്റ്റന്റ് ആയിട്ട് ലെറ്റ്സ് ഡാൻസ് സീസൺ 2 ഉണ്ടായിരുന്നു. ഞാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമൃത ടിവിയില് 2007 എന്റെ സ്റ്റാർട്ടിങ്, എന്റെ കരിയർ സ്റ്റാർട്ടിങ് സൂപ്പർ ഡാൻസർ ജൂനിയർ അതിൽ ഫൈനലിസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സീസൺ ആങ്കറിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് KDL, ഇപ്പോ റീസെന്റ് KDL എന്ന് പറഞ്ഞ ഷോയിന്റെ സെക്കൻഡ് പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പം നമുക്കിനി പേഴ്സണലിലേക്ക് വരാം. പ്രജിൻ, എങ്ങനെയാണ് ഈ ഡാൻസ്? ഞാൻ റീൽസൊക്കെ ഒരുപാട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വിരവുന്നത് ഞങ്ങൾക്ക് അസൂയോട് നോക്കി നിൽക്കുന്ന ഒരു ഓക്കെ, അത് പക്ഷേ അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാഷനിലേക്ക് വന്നത്? ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു പാഷനിലേക്ക് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പഠിച്ചിട്ട് ചെയ്തതല്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പെർഫോം ചെയ്യുമ്പോൾ അതിൽ അവിടെ എല്ലാ നാട്ടുകാരൊക്കെ കൈ അടിച്ചപ്പോ ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടി. അതായത് ഉത്സവപ്പറമ്പുകളിലാണോ ഉദ്ദേശിച്ചത്? അത് അന്നൊരു എന്തോ അംഗനവാടിന്റെ നഴ്സറിന്റെ ആനിവേഴ്സറി അങ്ങനെ എന്തോ അത് തന്നെ ആയിരുന്നു. നമ്മളെ കുന്നിന്റെ മുകളില്, നമ്മളെ മേട്ടോട് കുന്ന് സ്ഥലത്ത് മുകളില്. അപ്പൊ അവിടെയാണ് ഞാൻ ഫസ്റ്റ് പെർഫോം ചെയ്യണത്. അത് അല്ലടാ, ഞാനൊരു 16 വയസ്സ്, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് വൺ. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, ആൾക്കാരെല്ലാരും കൈയടിച്ച കേട്ടപ്പോ ഒരു കിക്കായി, അത് രസമായി. പിന്നെ അതങ്ങ് തുടർന്നു. അത് തുടർന്ന് ആ പ്രൊഫഷൻ രസമുണ്ടല്ലോ. പിന്നെ ബാക്കി പോലെ വന്നതാ. വൈഫ് ഡാൻസർ അവള് ചെയ്യും, പക്ഷെ ആളിങ്ങനെ ഡാൻസർ അല്ല, അവള് MC ആയിട്ടൊക്കെ. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഈ ഡാൻസ് ഒരു പ്രൊഫഷണലായിട്ട് എടുത്തത്? അതോ അതിന്റെ മുന്നേ പ്രൊഫഷണൽ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പൈസ ഒന്നും കിട്ടാറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെയും പല പണിയിലും ഞാൻ തിരിഞ്ഞ് പോയി നോക്കി, പല പണിക്കും പോയി, കൂലിപ്പണി എടുക്കാൻ പോലെ പോയി നോക്കി. പക്ഷെ പിന്നീട് ഡാൻസിലേക്ക് തിരിഞ്ഞു വന്നു. തീരെ പഠിക്കാൻ ഭയങ്കര ബാക്കിലായിരുന്നു. ബാക്ക് ബെഞ്ചിലായിരുന്നു അതോ പഠിത്തത്തില്? എല്ലാ തരത്തിലും ബാക്കിലായിരുന്നു. അപ്പൊ പിന്നെ ഡാൻസ് ഒരു പാഷൻ ആയിരുന്നു, അതുകൊണ്ട് അതിലേക്ക്. ഇപ്പൊ കോഴിക്കോട് ഏറ്റവും അറിയപ്പെട്ട ഒരു ഡാൻസ് സ്കൂളാണ്. അതെ, അറിയാം. ഇപ്പൊ ഫുള്ളാന്നാ പറഞ്ഞ ചേട്ടൻ. ലൈക് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കും. അത്രയ്ക്ക് ഇപ്പൊ ഇവരുടെ ആനുവൽ ഡേ ഒക്കെ ഞാൻ ഇപ്പൊ കണ്ടു. ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റിയത് ആക്ച്വലി ഈ 2 ദിവസത്തിലാണ്. അപ്പൊ പ്രജന പറയുന്നുണ്ടായിരുന്നു, ലൈക് എന്താ പറയാ, ഇപ്പൊ അവരുടെ ആനുവൽ ഡേ നടന്നപ്പോ 10,000-ഓളം ആളുകള് ആ പ്രോഗ്രാം കാണാനായിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വളർച്ച അല്ല, ഇനി വളരട്ടെ, എത്രയേ ഉള്ളൂ നമുക്ക്. പിന്നെ അപ്പം നയനയിലേക്ക് വന്നാൽ എന്തായിരുന്നു, എങ്ങനെയാണ് കരിയർ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഡാൻസ് തന്നെയാണ് എന്റെ പ്രൊഫഷനും എന്റെ പാഷനും എല്ലാം. പിന്നെ ആക്ടിങ്, ഇപ്പൊ ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു, കൊച്ചിലെയും സീരിയൽ ചെയ്തിട്ടുണ്ട്, കുട്ടിച്ചാത്തൻ അങ്ങനെയൊക്കെ. അതിനിപ്പോ ചേട്ടൻ പറഞ്ഞ ഷോ വിൻ ചെയ്തു, സീരിയൽ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കറന്റ് ഞാൻ വർക്ക്സ് ഒന്നും ചെയ്യുന്നില്ല, ഇതുപോലെ ഡാൻസ് ഷോസ്, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്യൂച്ചറിൽ എന്റെ അനിയത്തിയും ഞാനും കൂടെ ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. എവിടെ ബേസിക്, എവിടെ സ്ഥലം എവിടെയാണ്?
പ്രജിൻ ഭായിലേക്ക് വരുവാണെങ്കിൽ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ അങ്ങനെ ഒരു ഇപ്പം +1 പഠിക്കുന്നു ഇപ്പോൾ സ്കൂൾ കലോത്സവം അങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ടുണ്ടോ അതോ ഈ നമ്മളെ പറമ്പിലൊക്കെ ഉള്ള ഡാൻസ് അതാണോ കൂടുതലും? പറമ്പിലുള്ള മറ്റേ ഇതിൽ പോയിട്ടില്ല. അന്നൊക്കെ നമ്മുടെ സ്കൂളിൽ ഈ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ വേറൊരു തലത്തിൽ കാണുന്ന ഒരു സമയമായിരുന്നു. ഞാൻ ദഫ്മുട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ സ്കൂളിൽ സെക്കൻഡ് ഒക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ വേറെ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തുറന്ന് ചോദിക്കൊണ്ട് വേറെ തോന്നുന്നുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി കുറച്ച് പ്രശ്നങ്ങൾ ഡിജിറ്റലിൽ വന്നിരുന്നു. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? കാര്യം ഒരുപാട് പേര് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ താങ്കൾ ഇത് പറയുന്നുണ്ട്, വൈഫ് വേറൊരു രീതിയിൽ പറയുന്നത്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താണ്? താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് ജനങ്ങൾ കേട്ടത്? ഉദ്ദേശിച്ചത് വെച്ചാൽ നമുക്ക് തന്നെ ഒരു തോന്നല്, നമ്മളെടുത്ത ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വരുമ്പോൾ നമുക്കൊരു ഫീല് വന്നു. അതെന്താ വെച്ചാല് അപ്പൊ നമ്മളൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചു. നമുക്കറിയാവുന്ന കുറെ ഫാമിലിയിൽ അടിപിടികൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നാണ് ബ്യൂട്ടിഫുൾ കപ്പിൾ, ഏറ്റവും എന്ത് രസമാണ് അടിപൊളി കപ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്റെയും ആര്യമോളെയും വീഡിയോസ് ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര പോസിറ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നല്ല. അപ്പൊ അവര് MC നമ്മുടെ ആള് ചോദിച്ചു ഭയങ്കര അടിപൊളിയാണോ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നല്ല, ഞങ്ങൾ നല്ലോണം അടി ഉണ്ടാക്കും, അടിയൊക്കെ നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവളും പറഞ്ഞു നല്ല കിട്ടും, നല്ല അടി ഉണ്ടാക്കും. പറഞ്ഞത് എന്നാലും തിരിഞ്ഞുപോയി. അതെ, പക്ഷെ നമ്മൾ കൺവേ ചെയ്ത രീതി, ഞാൻ അപ്പത്തെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ കയ്യൊക്കെ ഇങ്ങോട്ട് വെച്ച് ഞാൻ അടിച്ച് സൈഡാക്കുള്ള ഒരു ഭർത്താവ് പോലെ ആൾക്കാര് നമ്മൾ ആക്ച്വലി പിന്നെ അത് പറഞ്ഞു കഴിയുമ്പോ ആൾക്കാർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യണം, ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അല്ല, അത് ഒരു കണക്കിന് നന്നായി. ഇപ്പൊ നമ്മള് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യം. അതെ, ഞാൻ ഇപ്പോഴും പറയുന്നു കേട്ടോ, ഞങ്ങള് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അതിന്റെ പറയണം, അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു അടിയിലും നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഫിനിഷ് ചെയ്ത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു 10 വർഷം ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം. അടി കഴിഞ്ഞ് പിന്നെ ഫുഡ് മേടിച്ചു കൊടുക്കുക, അങ്ങനെ അതൊക്കെ അത് എന്തായിരിക്കും മെയിൻലി മേടിച്ചു കൊടുക്കുക? ഈ ബിരിയാണിയാണോ? നമ്മുടെ മറ്റേ സിനിമയിലുണ്ടല്ലോ അതില് കോഴിക്കറിയും സംഭവം ആക്ച്വലി അങ്ങനെയല്ല. ഞാന് അടി ഉണ്ടാക്കി കഴിയുമ്പോ അത് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നമാകും. അവൾക്ക് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാന് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരുമ്പോ അവളൊരു കൊഞ്ചലൊക്കെ കാണാൻ രസാ. അപ്പൊ ഞാൻ അത് അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന, അതാണ് ഞാൻ അടി കഴിയും വാങ്ങിക്കൊടുക്കുന്നൊക്കെ പറഞ്ഞ. പിന്നെ അല്ല ഇപ്പൊ മറ്റേ സിനിമ ഇറങ്ങിയതിനെക്കൊണ്ട് അടിച്ച് സൈഡാക്കി ഹോട്ടലിൽ കൊണ്ട് ആക്കാതെയല്ലോ. സംഭവം ഉദ്ദേശിച്ചതല്ല, പറഞ്ഞു ആയിപ്പോയതാണ്. അല്ല, ഇനി ചിലപ്പോ വൈഫ് ഇത് മേടിച്ച് കിട്ടാൻ വേണ്ടി അടി വാങ്ങിക്കാൻ അങ്ങനെ ഉണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കണം. അമ്മായിരത്ത് അടിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ അടിച്ചിട്ടുണ്ടോ? അടി ഉണ്ടായിട്ടുണ്ട്. വാക്ക് തർക്കല്ല, അടി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ തന്നെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവള് നല്ലോണം കിട്ടും എന്ന് പറയണ മാത്രമേ ഉള്ളൂ. എനിക്കാണല്ലോ ഓളടുത്ത് നല്ലോണം കിട്ടല്. അല്ല, അതാണ് ഇത് ഈ അടി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത് പറയുന്നില്ല. മിക്കവാറും പ്രജിനായിരിക്കും എടുത്തിട്ട് അലക്കുമായിരിക്കും. സംഭവം എനിക്ക് നല്ലോണം കിട്ടാറുണ്ട്. എന്താ പറയാ, അടി ഉണ്ടാക്കണ കേട്ടോളണം, എല്ലാം തുറന്നു പറയുന്നത്. പക്ഷെ അടി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതിലൊക്കെ രസം ഉണ്ടായിരുന്നു. അത് ഞങ്ങള് അത് അങ്ങനെ ഒരു രീതിയിൽ അത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസങ്ങളായിരുന്നു അത്. അല്ല പ്രശ്നം ഒരു കാര്യമുണ്ട്, നമ്മുടെ ദാമ്പത്യത്തിന് ഇടയിൽ ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്നോണ്ടായിരിക്കാം മറ്റുള്ളവർ അത് ഏറ്റെടുക്കുന്നത്. പക്ഷെ അത് അതിൻ്റെ തലത്തിലെടുത്താൽ അത് ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുകയെന്ന് പുറമെ ഒരു സമൂഹത്തിന് മുന്നിൽ പറഞ്ഞപ്പോഴാണ് അത് ജനങ്ങൾ ഏറ്റെടുത്തത്. അത് പക്ഷെ വേറെ തലത്തിലായിരുന്നു അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അവളെ എനിക്ക് തോന്നുന്ന ആൾക്കാർ അത് ഉദ്ദേശിച്ചത് അടിച്ചിട്ട് ഞാൻ ഭയങ്കര കലിപ്പനായിട്ടുള്ള ചേട്ടൻ എന്തൊക്കെയോ പറയാം, അപ്പൊ ഞാനതൊക്കെ കേട്ടിട്ട്. പക്ഷെ എനിക്ക് ആ രീതിയിലൊന്നും വിഷമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ രീതി വെച്ചിട്ട് ഞാൻ പിന്നെ അതിനൊരു ക്യാപ്ഷന് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ സത്യം പറഞ്ഞ ഒരുപോലെ അയ്യോ നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലല്ലോ എന്നായിപ്പോയി. പക്ഷെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു സംഭവമായിട്ട് പറഞ്ഞതാ. എല്ലാരുടെ ഇടയിൽ അടി ഉണ്ടാവും, ഞങ്ങളുടെ ഇടയിലും ഉണ്ട്, അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അങ്ങനെയാവുന്നു വിചാരിച്ചില്ല. പോട്ടെ, അത് പോട്ടെ, മാച്ചളഞ്ഞു എനിക്ക് അടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല.
അല്ല അടി ഉണ്ടാക്കാനുള്ള സാഹചര്യം ആയിട്ടില്ല അല്ലേ? അതെ, ഇതുവരെ ആയിട്ടില്ല, ആയിട്ടില്ല. ആവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സമയമുണ്ട്. ഈ വീഡിയോ പുള്ളിക്കാരന് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള ഭർത്താവിനെ മതി എന്ന് പറയണം അല്ലേ? ഓക്കെ. അടുത്ത എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഡാൻസ് ക്ലാസ് എടുക്കണം, ഡാൻസ് ക്ലാസ് തുടങ്ങണം. അതെന്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമാണ്, സ്വന്തമായിട്ട് ക്ലാസ് ഇടണം, അങ്ങനെയൊക്കെ. അങ്ങനെ അതിനുള്ള പരിപാടികൾ. പിന്നെ പുതിയ പ്രോജക്ട്സ് വരികയാണെങ്കിൽ നല്ലത് നോക്കി എടുക്കും. ഫാമിലി ആരൊക്കെ ഉണ്ട്? എന്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയൊക്കെയാണ് എന്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട്. അമ്മമ്മയാണ് എന്റെ അടുത്ത് എല്ലായിടത്തും വരാറ്. ഞങ്ങൾക്ക് 2 ബിസിനസ് ഉണ്ട്, ഡാൻസ് കോസ്റ്റ്യൂംസ് റെന്റൽ ഷോപ്പും ഒരു റെസ്റ്റോറന്റും ഉണ്ട്. അപ്പൊ അത് രണ്ടും നോക്കാൻ അമ്മ അച്ഛനും അവിടെ ട്രിവാൻഡ്രത്തായിരിക്കും. ഞാനും അമ്മമ്മ ഇങ്ങനെ ഷൂട്ടിന് പോയി നടക്കും. എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ പ്രജനെ? നമ്മൾ ഈ ഒരു ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്കൊരു സ്റ്റേജിൽ ചിലപ്പോൾ കയറാൻ പറ്റാതാവുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസം, അങ്ങനെ മനസ്സിലായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാനുണ്ട്? ഞാൻ ഡാൻസ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ബാക്കിൽ നിന്ന് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ അന്ന് നല്ല കൂക്കും വിളിയും ഭയങ്കര, നമ്മളെ നാട്ടിൽ തന്നെ ഒരു സ്റ്റേജിൽ ചെയ്തതായിരുന്നു. നമ്മളെ ഒരു ഡാൻസ് ക്ലാസ്സിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ തുടങ്ങുന്ന ഒരു ഇനോഗ്രേഷനിൽ കൂക്കും വിളിയും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു എന്തുകൊടുത്ത് എറിഞ്ഞും കൂടത്ത് അതെനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ആ നാട്ടിൽ തന്നെയാണ് അവിടെയുള്ള കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വിട്ടതും. അത് എനിക്ക് തോന്നുന്നു 2010 സമയം, 2010 or 9 ആ സമയത്ത് അതെനിക്കൊരു പെയിൻ ഉണ്ടായത്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോ ഒരു ടെൻഷൻ അല്ലേ ഇന്ന് കൂടെ ഞങ്ങൾ. അതെ, നമ്മൾ എത്രയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞാലും സ്റ്റേജിൽ കയറുമ്പോ ആ പാട്ട് തുടങ്ങുന്നതിന്റെ ഒരു 2 സെക്കൻഡ് മുന്നേ ഇടിയോ, തുടങ്ങി കഴിഞ്ഞ പിന്നെ സെറ്റാണ്. അതുപോലെ തന്നെ ചേട്ടൻ ചോദിച്ചില്ലേ ഡാൻസിലുണ്ടാകുന്ന വിഷമം. വേറൊരു വിഷമം എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇത്. എന്ന് വെച്ചാൽ നമ്മൾ അടിപൊളിയായിട്ട് പക്കയായിട്ട് പഠിച്ചിട്ട് പോയെന്ന് വെച്ചോ, എന്നിട്ട് സ്റ്റേജിൽ കയറി തെറ്റിച്ചിട്ട് വരുമ്പം നമ്മൾ ലൈക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് സ്റ്റേജിൽ കയറി തെറ്റിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. ലൈക്ക് അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി ആ ഫുൾ ഡാൻസ് പോവുക. ഞാൻ പറയുന്നത് കോമ്പറ്റീഷന് കാര്യത്തില്ല, സ്റ്റേജ് പ്രോഗ്രാംസിലല്ല, ഞങ്ങൾ ഈ റിയാലിറ്റി ഷോസിൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. നമ്മൾ അത്രയും ദിവസം പഠിച്ചിട്ട് സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് മിസ്സായാലും ഭയങ്കര ഒരു സങ്കടം അല്ലേ? ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാല് എനിക്കാണെങ്കിൽ സെലിബ്രിറ്റീസ്, ഇന്നൊക്കെ നമ്മൾ സെലിബ്രിറ്റീസിന്റെ മുന്നിലല്ലേ ചെയ്യുന്ന, വലിയ ആൾക്കാരുടെ മുന്നിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെയിന് വേറെ. നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ ചെയ്യുമ്പോഴും പെയിനാണ്. സെയിം ഫീലിങ്സിൽ ചില കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ പെയിനൊക്കെ കണക്കന്നെ. ആ ഒരു ടെൻഷൻ വരും, ടെൻഷൻ ആവാറുണ്ട്. എന്തായാലും സന്തോഷം. ഇത്രയും സമയം, ഈ കുറച്ച് സമയത്തിനുള്ളിൽ പ്രജിൻ എന്താണെന്നും നയന എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റി. എന്തായാലും പ്രശ്നങ്ങളില്ലാതെ കുടുംബജീവിതം അടിപൊളിയായിട്ട് പോട്ടെ. എടുക്കുന്നവർ പലതും എടുത്തോട്ടെ, നമ്മളതായി നിന്നാൽ നമുക്ക് നമ്മുടെ ഒരു ലൈഫ് ഉണ്ട്. എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാം ആൾക്കാർ പറയുന്നതിൽ പോസിറ്റിവിറ്റീസ് എടുത്തിട്ട് എനിക്ക് വലിയൊരു പാടാട്ടോ അത് കിട്ടി. ഒക്കെ ജീവിതത്തിൽ പോകുമ്പോൾ എല്ലാം ഒരു പാടാക്കിയിട്ട് എടുത്ത. തീർച്ചയായിട്ടും പാഠങ്ങളിൽ നിന്ന് കരകയറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാവട്ടെ, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ഈ ഇപ്പോൾ ഉള്ളതിനേക്കാളും അധികം സ്റ്റുഡൻസ് ഉണ്ടാവട്ടെ, അധികം ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവട്ടെ. പ്രജിൻ എന്ന വ്യക്തി ഇനി നിറഞ്ഞു നിൽക്കട്ടെ. അതുപോലെ തന്നെ നയനയും ഒരുപാട് സന്തോഷം. വിഷുദിനത്തിൽ 3:30 സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ.